ഇപ്പൊ ഓണമൊക്കെ അടുത്ത് വരുവാണല്ലോ മാം. അപ്പൊ നമ്മൾ മലയാളികൾക്ക് ഇനി സദ്യയുടെ ഒരു കാലമാണ്. അപ്പോൾ ഈ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സദ്യയിലല്ല ഒതുങ്ങുന്നത്. പല പല സദ്യകൾ ഓഫീസില്, നമ്മുടെ വീടുകളില്, അങ്ങനെ പല പല സദ്യകൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഒരു കാലമാണ് ഇനി വരുന്നത്. അപ്പൊ ഈ സദ്യയും നമ്മുടെ ഹെൽത്തും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ്? അതും ഷുഗർ ഒക്കെ ഉള്ള, ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിന് ഈ സദ്യ കഴിക്കുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്? സദ്യയെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറയുവാണെങ്കിൽ എന്നെ കേരളീയർ പൊതുവെ ബഹിഷ്കരിക്കാനാണ് സാധ്യത. പക്ഷെ നമ്മളൊരു സദ്യയുടെ എല്ലാ കറികളും പായസവും ഉൾപ്പെടെ, പിന്നെ സാധാരണ ഒരു മലയാളി കഴിക്കുന്ന ഒരു ചോറിന്റെ അളവും എല്ലാം കണക്കാക്കി എടുക്കുകയാണെങ്കിൽ ഏകദേശം 1200 മുതൽ 1600 കിലോ കാലറി വരെ അതിൽ നിന്ന് ഒരു സദ്യയിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സദ്യ ഉണ്ടിട്ട് നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ദിവസം പിന്നെ ഒരുപാട് ഊർജമുള്ളതൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ആകണമല്ലോ. അപ്പോൾ അതില് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചോറിന്റെ അളവ് കുറച്ച് കുറയ്ക്കാം. പിന്നെ ഒന്നിലധികം പായസം കഴിക്കാതെ ഇരിക്കാം. ഒരു പായസം, ഇഷ്ടമുള്ള ഒരു പായസം കഴിക്കുക. കറികളെല്ലാം നന്നായി കഴിക്കുക. പിന്നെ അതിലെ ചിപ്സ് ഐറ്റംസ് ഉണ്ടല്ലോ, ഉപ്പേരി, ശർക്കര വരട്ടി, അതൊക്കെ അല്പം കുറയ്ക്കുക, അല്ലെ അത് ഒഴിവാക്കാം. ഇത്തരത്തിലൊക്കെ നമുക്ക് കുറച്ച് അതിന്റെ ഊർജത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. എന്തായാലും ഒരു ദിവസം ഒരു സദ്യയിൽ കൂടുതൽ തീർച്ചയായിട്ടും ആകരുത്. ഈ സദ്യ കഴിച്ചു കഴിയുമ്പോഴുള്ള ഒരു ഷുഗർ സ്പൈക്ക്, അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ കൂടൽ ശരീരത്തിൽ ഉണ്ടാകും എന്ന് പ്രമേഹ രോഗികൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതിനുശേഷമുള്ള ഭക്ഷണത്തിൽ കോമ്പൻസേറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെയാണല്ലോ പറയാറ്, എപ്പോഴും എല്ലാം അങ്ങ് വർജിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് തന്നെ അർത്ഥമില്ല എന്ന് തോന്നും നമുക്ക്. ഭക്ഷണം ഒരു സന്തോഷത്തിന്റെ ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പൊ ആവാം, പക്ഷെ മിതത്വം പാലിക്കുക. നല്ല ഒരു സദ്യ ഉണ്ട് കഴിഞ്ഞ് ആ ദിവസം പിന്നീടുള്ള ആഹാരങ്ങൾ കുറച്ച് ക്രമീകരിക്കുക. വൈകിട്ടുള്ള ആഹാരം ക്രമീകരിക്കുക, അല്ലെ എന്തെങ്കിലും സലാഡുകളൊക്കെ ലൈറ്റ് ആയിട്ട് കഴിക്കുക. ഇത്തരത്തിൽ നമുക്ക് സദ്യയെ കുറച്ചുകൂടെ ആരോഗ്യകരമായിട്ട് സമീപിക്കാം.